ഹലോ എവരിവൺ. അപ്പോൾ സെപ്റ്റംബർ 3 വരെയുള്ള പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ നടന്ന ഹിന്ദി പരീക്ഷയുടെ എക്സാം ക്യാൻസൽ ചെയ്തു എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു സെന്ററിൽ നടന്ന ഒരു കാര്യം മാത്രമാണ്. അത് ഓൾറെഡി ആ ഒരു സെന്ററിൽ നടന്ന പരീക്ഷയുടെ എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് രാജസ്ഥാനിൽ നടന്ന ഒരു കാര്യമാണ്. അത്രേ അതിൽ അറിയാനുള്ളൂ. അതിന് മുമ്പേ നമ്മൾ ഇംഗ്ലീഷിന്റെ പരീക്ഷ നടന്നപ്പോഴും ഇതേ ഒരു ഇഷ്യൂ ഒരു സെന്ററിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ സെന്ററിൽ നടന്ന സ്റ്റുഡൻസിന്റെ പരീക്ഷ അതിനും റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് അവരെ മെയിലിലൂടെ അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 3 വരെയുള്ള പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം, ഏതൊക്കെ പരീക്ഷയാണ് എന്നുള്ളത്. ഇപ്പൊ 28-ാം തീയതി ഇന്ന് എക്കണോമിക്സിന്റെ പരീക്ഷ വരുന്നുണ്ട്. സെക്കൻഡ് ഷിഫ്റ്റിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊന്നും വിടുന്നില്ല. 29-ാം തീയതി ഹിസ്റ്ററി വരുന്നുണ്ട്. നാളെ സെക്കൻഡ് ഷിഫ്റ്റിലും വരുന്നുണ്ട്. നാളെ ഫസ്റ്റ് ഷിഫ്റ്റിൽ അറബിക്ക് വരുന്നുണ്ട്. 30-ാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിൽ സൈക്കോളജി, അതുപോലെ തന്നെ ഫോറൻസിക് സയൻസ്, വിഷ്വൽ ആർട്സ്. സെക്കൻഡ് ഷിഫ്റ്റിൽ കോഡ് 25 സാൻസ്ക്രിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി 1-ാം തീയതി പരീക്ഷയില്ല. 2-ാം തീയതി നമുക്ക് മലയാളം ഉണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിൽ ഉറുദു ഉണ്ട്. സെക്കൻഡ് ഷിഫ്റ്റിൽ സാൻസ്ക്രിറ്റ് 73 വരുന്നുണ്ട്. മാനേജ്മെന്റ് വരുന്നുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ 2-ാം തീയതി പരീക്ഷയാണ്. ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. ഓക്കെ, 2-ാം തീയതി. 3-ാം തീയതിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പരീക്ഷ വരുന്നത്. കൊമേഴ്സ് ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഉണ്ട്. ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഫസ്റ്റ് ഷിഫ്റ്റിലുണ്ട്. പൊളിറ്റിക്സ് ഫസ്റ്റ് ഷിഫ്റ്റിലുണ്ട് 3-ാം തീയതി. ഓക്കെ, ഇനി നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് 4-ാം തീയതി നടക്കാനുള്ള പരീക്ഷ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അത് മാത്രമാണ് നമുക്കിനി ഈ ഒരു സൈക്കിളിലായിട്ട് അഡ്മിറ്റ് കാർഡ് ലഭിക്കാനുള്ളത്. ഓക്കെ, അതുകൂടെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയിൽ എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ലഭിച്ചു കഴിഞ്ഞു. കൊമേഴ്സ് വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇന്നലെ ചോദിച്ച പരീക്ഷ ക്യാൻസൽ ചെയ്ത വിവരങ്ങൾ അത് ഒരു സെന്ററിൽ മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുള്ളത്, അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് 3 പേജിലായിട്ട് പ്രിന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേജിൽ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ വരെ, സെക്കൻഡ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, തേർഡ് പേജിൽ നോൺ ആധാർ ഡിക്ലറേഷൻ. ഈ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർ മാറ്റിയെടുപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ ഫോട്ടോ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.